സ്ക്വയർ ടെക്നിക്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 11 to 20 വരെയുള്ള നമ്പേഴ്സാണ്. 11 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണുന്ന മെത്തേഡ് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 11 to 20. ഇനി അടുത്തത് 20 to 30, 30 to 40. ഓരോന്നും സെയിം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് വരുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമ്മൾ 11ൻ്റെ സ്ക്വയർ നമുക്ക് കാണാതെ അറിയാം 121. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. ആദ്യം ഈ 1ൻ്റെ സ്ക്വയർ എഴുതുക, അതായത് 1. അടുത്ത എന്താണ്, ഈ 11ൻ്റെ കൂടെ ഈ 1 എൻ്റെ ഡിജിറ്റ് ഒന്നുകൂടി ആഡ് ചെയ്യുക, അതാണ് 12. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 121. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഈ 1ൻ്റെ സ്ക്വയർ എഴുതി 1, പിന്നെ ഈ 11ൻ്റെ കൂടെ ഈ ഡിജിറ്റ് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു, അതാണ് 12. അപ്പോൾ അങ്ങനെയാണോ ബാക്കി എല്ലാ നമ്പേഴ്സൊന്നും നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. ഈ 12 പ്ലസ് 2 അതായത് 14, അതാണ് നമ്മുടെ 144. കറക്റ്റ് അല്ലേ? അപ്പോൾ അതുപോലെ 3 സ്ക്വയർ ഈക്വൽ ടു 9. ഇനി 13 ആണ് ഇവിടുത്തെ നമ്പർ. 13ൻ്റെ കൂടെ ഈ എൻ്റെ ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 13 പ്ലസ് 3 ദാറ്റ് ഈസ് 16. അപ്പോൾ 169 ആയി. അപ്പോൾ അടുത്ത 14ൻ്റെ സ്ക്വയറോ, ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് 3 സ്ക്വയർ വരെയുള്ളത് സിംഗിൾ ഡിജിറ്റാണ് 9. ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, അതവിടെ ഇരിക്കട്ടെ. ഈ 14 പ്ലസ് 4 ദാറ്റ് ഈസ് 18 എന്ന് വരുന്നു. ഇതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 196 ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇതുവരെയുള്ളത് നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ 4 സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വന്നു. ആ 16ൻ്റെ 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിജിറ്റുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 14 പ്ലസ് 4 ഈക്വൽ ടു 18. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് നമ്പർ നോക്കാം. 15 സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. ഇവിടെ എന്താണ് 15 പ്ലസ് 5 ദാറ്റ് ഈസ് 20 പ്ലസ് 2 25. അപ്പോൾ ഇതും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈക്വൽ ടു 225. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് 16 സ്ക്വയർ. 16ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ആദ്യം 16 പ്ലസ് 6 ദാറ്റ് ഈസ് 22. അപ്പം 16ഉം ഈ എൻഡ് ഡിജിറ്റിലെ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 16 പ്ലസ് 6 ദാറ്റ് ഈസ് 22 എഴുതി. അടുത്ത എന്താണ്, ഈ 6 സ്ക്വയർ ദാറ്റ് ഈസ് 36. 36ൻ്റെ 3 ഞാൻ ഇവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, 2 ഡിജിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 256. അപ്പോൾ 256 കിട്ടി. ഇനി നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഓക്കെ, അടുത്തത് 17 സ്ക്വയർ. അതെങ്ങനെ നമ്മൾ എഴുതി, 17 പ്ലസ് 7 ദാറ്റ് ഈസ് 24. 17ൻ്റെ കൂടെ ഈ 7ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 24 അത് എഴുതി നമ്മൾ. അടുത്ത 7 സ്ക്വയർ എന്താണ്, ദാറ്റ് ഈസ് 49. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്താണ്, 289 ആണ് നമ്മുടെ ആൻസർ. കറക്റ്റ് അല്ലേ? ഇനി 18 സ്ക്വയർ ഈക്വൽ ടു ഈ 18 പ്ലസ് ഈ 8 ദാറ്റ് ഈസ് 26. 18ൻ്റെ കൂടെ 8 ആഡ് ചെയ്തു, അപ്പോൾ 26 കിട്ടി. ഇനി 8 സ്ക്വയർ ദാറ്റ് ഈസ് 64. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 4. 6 പ്ലസ് 6 12, 3 24. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അതുപോലെ 19 സ്ക്വയർ കണ്ടുപിടിച്ചാലോ, 19 പ്ലസ് 9 ദാറ്റ് ഈസ് 28. എന്നിട്ട് 9 സ്ക്വയർ ദാറ്റ് ഈസ് 81. അപ്പോൾ 163, 361. ഈസി അല്ലേ? അപ്പോൾ നമ്മൾ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണാൻ വേണ്ടി ആ നമ്പർ എന്താണോ ആ നമ്പറിൻ്റെ കൂടെ എൻഡ് ഡിജിറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് എൻഡ് ഡിജിറ്റിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ ഈസി ആയിട്ട് എത്തും. ഓക്കെ, അടുത്തൊരു ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.